രാജേഷേ, ഈ കോളടിച്ചല്ലോ. അതെന്തേ? ഗഫൂർക്കെന്ന് ചോറുണ്ണാൻ ഇവിടെയാണല്ലോ വരുന്നത്. ഹോ, അന്റെ ഒരു ഭാഗ്യം. ചോറ് നിന്ന ഇവിടെ വരെ. അല്ല, ആരാണ് ഈ ഗഫൂർക്ക? എന്താണ് രാജേഷേ, നമ്മളെ വാർഡിലെ സ്ഥാനാർത്ഥി എനക്കറിയില്ലേ? മൂപ്പര് ജയിച്ച വെറും ഒരു MLA ആയിരിക്കൂല, മന്ത്രിയാ, മന്ത്രി. അറിയോ? ആണോ? പക്ഷെ ചോറിന് ആരും ഇവിടേക്ക് ക്ഷണിച്ചില്ലല്ലോ. അത് പാർട്ടി തീരുമാന. ഇന്ന് ഇവിടുന്ന് ചോറുന്നാന്ന് നമ്മുടെ പാർട്ടി അങ്ങ് തീരുമാനിച്ച്. ആരും പറഞ്ഞതുമില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് പറയാനല്ലേ ഞാനിപ്പോ ഇവിടെ വന്നത്. കൊറേ ആളുണ്ടാവോ? ഏയ്, ഒരു 3 അല്ല ഒരു 4 പ്ലേറ്റ് അത് മതിയാവും. മൂപ്പർക്ക് പൊരിച്ചത് മസ്റ്റാണേ. എനിക്കും. നിങ്ങള് ഒരു ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞില്ലേനോ? ഒക്കെ ശരിയാക്ക. നാളെ മൂപ്പര് മന്ത്രിയായ മൂപ്പരെ കീഴിലാ നമ്മളെ വകുപ്പ് വരിക. അപ്പോ എന്നാ ഉച്ചക്ക് കാണാം. എടി, ഇന്ന് ചോറിന് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടെ ഉണ്ടാവും. ഒരു 4 പേർക്കുള്ളത് അധികം കരുതിക്കോ. മൂപ്പരപ്പ ആരാ അങ്ങോട്ട് വിളിച്ചേ? ആരും വിളിച്ചതല്ല, ഓരോ പാർട്ടീന്റെ കാര്യം അങ്ങനെ പോലെ എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് പിണക്കണ്ടാന്ന് കരുതി. ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചതാ. അപ്പോഴേക്ക് ഓരോരുത്തർ വരൂ. പോട്ടെ, ഒരു 4 പേർക്കുള്ള ചോറല്ലേ, അതങ്ങ് കൊടുക്ക്. അയ്യോ, ഇതൊരു ജാഥക്കുള്ള ആളുണ്ടല്ലോ. അകത്താണോ എല്ലാവർക്കും കഴിക്കാനുള്ളത് ഏർപ്പാടാക്കിയത്? ഒരു പന്തലിടേനു. അല്ലാന്ന് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? 4 പ്ലേറ്റ് ചോറ് മതി എന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഒരു 40 ആള് കൂടുതലുണ്ടല്ലോ. എന്താണ് എന്റെ രാജേഷേ, 4 പ്ലേറ്റ് ചോറ് നല്ല പറഞ്ഞത്. 4 പ്ലേറ്റ് അരി ഇട്ടാ മതിയാവുന്നാ പറഞ്ഞത്. അതാവുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറ് തികയല്ലോ.